സംഭവം നടക്കുന്നത് 10:50 സൂപ്രണ്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. 11:15 മന്ത്രിമാരും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ അവിടെ എത്തി. ഫയർഫോഴ്സ് എത്തി. ഈ തറയുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തി ആരംഭിച്ചപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ട JCB ആ ഇടിഞ്ഞു പിറന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടമുള്ള സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അവസ്ഥ വന്നു. പിന്നീട് വഴിയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ആദ്യം ഹിറ്റാച്ചിയും പിന്നീട് JCBയും അവിടെ എത്തിയത്. ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റു ചില നേതാക്കളും പറയുന്നത് പോലെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ല. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടേയില്ല. രക്ഷാപ്രവർത്തനം തുടരുകയായിരുന്നു. JCB എത്തിക്കുന്നതിന് തടസ്സമായത് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ്. ആ വഴി ഒരു ഇരുമ്പ് ദണ്ടുൾപ്പെടെ വെച്ച് മറച്ചതായിരുന്നു. അത് കട്ട് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഹിറ്റാച്ചിയും അതുപോലെ JCB ഉള്ളിലേക്ക് പ്രവേശിച്ചത്. സ്വാഭാവികമായിട്ടും ഈ അവശിഷ്ടത്തിനിടയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നീക്കിയാൽ മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ആ പ്രക്രിയയിലേക്ക് പോയി. അവിടെയാണ് സ്ത്രീ അതിൻ്റെ ഇടയിൽ വിടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ കണ്ടു. സ്ത്രീയുടെ ഭർത്താവ് തന്നെ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ ഈ പ്രവർത്തനത്തിൽ തടസ്സമുണ്ടായി എന്ന് അവർ പോലും ആരോപണമായിട്ട് ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നില്ല. അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാൻ JCBക്കും അതുപോലെ തന്നെ ഹിറ്റാച്ചിക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ പ്രയാസമുണ്ടാകും എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അത് മറികടന്നുകൊണ്ടാണ് പിന്നീട് അത് മാറ്റിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിലേക്ക് അവരെത്തിയത് എന്ന കാര്യവും അവർ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ജനങ്ങളിൽ കാലുഷ്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തെറ്റായ പ്രചാരവേല നടത്തുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദുരന്തത്തെ വക്രീകരിച്ച് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാവും. പിന്നീട് അപകടം സംഭവിച്ച് അവിടെ എത്തിയപ്പോൾ ആ സമയത്ത് നിങ്ങളെപ്പോലെ തന്നെ, അതായത് പത്രപ്രവർത്തകർ അവിടെയുണ്ട്, അവരോടൊപ്പമാണ് മന്ത്രിമാരെത്തുന്നത്. മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ, ആദ്യത്തെ ഇൻഫർമേഷനാണ് അവർ പറഞ്ഞത്, ഒരു കുട്ടിക്കും മറ്റൊരു ജീവനക്കാരനുമാണ് പരിക്ക്. അപ്പോഴതാണ് അവരുടെ മുമ്പിലുള്ളത്. ആവശ്യമായ രീതിയിലുള്ള പരിശോധന, അവിടെയുള്ള ദുരിതാശ്വാസം ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പറഞ്ഞതല്ല. അപ്പോൾ ഒരു സമയത്തും രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിരുന്നില്ല. JCBയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിറ്റാച്ചിയും എത്തിക്കാൻ വഴിയിൽ തടസ്സമുണ്ടായിരുന്നത് നീക്കുകയായിരുന്നു അപ്പോഴെല്ലാം ചെയ്തത്. 10-15 മിനിറ്റ് അങ്ങനെയാണ് ചെലവഴിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ താമസം, അവിടെ എത്തിക്കാനുള്ള താമസം ഉണ്ടായത്. അതിനെ പർവ്വതീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കെതിരായിട്ട്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ നടത്തുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ്
അത് യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല ഒരു സന്ദർഭത്തിലും ആരോഗ്യകരമായ രീതി ഉണ്ടാവുന്നില്ല. ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജനങ്ങളെ ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇല്ല, പ്രസ്താവന നടത്തിയില്ല. അല്ല, ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. അതായത് അവിടെ എത്തുന്നു, എത്തിയാൽ ഉടനെ ആരോടാണ് സംസാരിക്കുക? സൂപ്രണ്ട് സംസാരിച്ചു. സൂപ്രണ്ട് എന്താ പറയുന്നത്? അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിക്കേണ്ട തുന്നൽ മാത്രമേ കൊണ്ടു. ആന്തരിക ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കില്ല. പിന്നെ ഒരു ജീവനക്കാരനും പരിക്ക് പറ്റിയിട്ടുണ്ട്, അതും കുഴപ്പമുള്ളതല്ല എന്ന് സൂപ്രണ്ട് പറയുന്നത്. അപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ഈ മൈക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഭാഗമായിട്ട് അപ്പം പറയാണ്. അപ്പോഴും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണല്ലോ വലിയ പ്രചരണം. അത് ഈ പ്രസ്താവനയോടുകൂടിയാണ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചത്, ഒരപകടവും വേറെയൊന്നും ഇല്ല എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് തെറ്റായ പ്രചാരവേലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആര് പറയുമ്പോൾ, പ്രതിപക്ഷ നേതാവായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ആര് പറയുമ്പോഴും ഗൗരവപൂർവ്വം ഇത് കാണേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടുന്ന പ്രധാനപ്പെട്ട JCBയും അതുപോലെ ഹിറ്റാച്ചിയുമാണ്. അത് വന്നാലേ ഇത് സ്ലാബുകൾ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുള്ളൂ. അതവിടെ അതിന് വരാൻ പോലെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അതിന് ശേഷമാണ് അവർ വന്നത്, വരികയും ചെയ്തു. കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് തന്നെ അവിടെ തന്നെ മരണപ്പെട്ടു എന്നാണ് കണ്ടത്. ഒരാളായിട്ട് പറയും. അതാ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി. നിങ്ങൾ ഈ എന്താ പറയാ, നിങ്ങളെ മറ്റേ മൈക്കും കൊണ്ട് പോയിട്ട് ഒരു ആളോട് പറയുമ്പോൾ ആ പറയുന്ന ആൾക്ക് അപ്പം കിട്ടിയ വിവരല്ലേ ആദ്യം പറയാൻ പറ്റൂ. പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയാൽ അന്നേരം അത് പറയും. അതിന് നിങ്ങൾ പോയിട്ടില്ല. പിന്നെ പ്രതിപക്ഷം പറയാൻ തുടങ്ങി എത്ര കാലമായി? 4 കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയതല്ലേ. അതിലൊരു കാര്യമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് കുറിച്ച്. ഇത് കനകോരു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ്. ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാണ് വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം, എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതാ കാര്യം.